ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ പ്രബല ശക്തി കേന്ദ്രമായ ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃകാ കമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ പദവിയിൽ നിന്ന് എൻ ചന്ദ്രശേഖർ പടിയിറങ്ങാൻ തീരുമാനിച്ചത് സാമ്പത്തിക മേഖലയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. 2027 ഫെബ്രുവരി 20-ന് നിലവിലെ കാലാവധി പൂർത്തിയാകാനിരിക്കെ അടുത്ത 5 വർഷത്തേക്ക് കൂടി പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അദ്ദേഹം ടാറ്റ സൺസ് ബോർഡിനെ ഔദ്യോഗികമായി അറിയിച്ചു. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റും സർ രത്തൻ ടാറ്റ ട്രസ്റ്റും നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയും അദ്ദേഹത്തിന്റെ സേവന ദൈർഘ്യം നീട്ടാൻ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും 2026 ഫെബ്രുവരി 24-ന് ചേർന്ന ബോർഡ് യോഗത്തിൽ ഒരു അംഗത്തിന്റെ എതിർപ്പ് കാരണം സർവ്വസമ്മതി ലഭിക്കാതെ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. 6 മാസം പിന്നിട്ടിട്ടും ഭിന്നത പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ആഗസ്റ്റ് 18-ലെ വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി താൻ പുനർനിയമനത്തിനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ടാറ്റ ഗ്രൂപ്പിലെ 40 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ചന്ദ്രശേഖർ തന്ത്രപ്രധാനമായ പല പദ്ധതികളും പുരോഗമിക്കുന്നതിൽ സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ബോർഡിനോട് ആവശ്യപ്പെട്ടു. ടാറ്റ സൺസിന്റെ ഓഹരി വിപണി ലിസ്റ്റിംഗ്, എയർ ഇന്ത്യയുടെ പുനരുദ്ധാരണത്തിനായുള്ള ഭീമമായ മൂലധന വിനിയോഗം എന്നിവയിൽ ട്രസ്റ്റ് തലവൻ നോയൽ ടാറ്റ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുമായുള്ള തന്ത്രപ്രധാനമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പടിയിറക്കത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെട്ടെന്നുള്ള നേതൃമാറ്റ ആശങ്കയെ തുടർന്ന് വാർത്ത വന്നതോടെ TCS, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത പിൻഗാമിയെ കണ്ടെത്താനായി നോയൽ ടാറ്റയുടെ നേതൃത്വത്തിൽ സെലക്ഷൻ കമ്മിറ്റിയെ ഉടൻ ചുമതലപ്പെടുത്തും.